സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വായുവിന് ഭാരമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാ വാതകങ്ങളുടെയും ഭാരം ഒരുപോലെയാണോ? ഇത് നമുക്കൊരു പരീക്ഷണത്തിലൂടെ ചെയ്തു നോക്കാം. ഇതിനായിട്ട് ആവശ്യമായത് 2 കുപ്പി, 2 വ്യത്യസ്ത നിറത്തിലുള്ള ബലൂൺ, ആസിഡ് വേണം. ആസിഡ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള വിനാഗർ ആണ്. വിനാഗർ അസറ്റിക് ആസിഡ് ആണ്. ലോഹവും വേണം. ലോഹമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാഗ്നീഷ്യം. ഇതൊരു മാഗ്നീഷ്യം റിബൺ ആണ്. ഇതിൽ നിന്നും കഷ്ണങ്ങളെ എടുത്ത് ചെറിയ കാവ് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളവയാണ് ഇത്. ഇനി കാർബണേറ്റ് വേണം. കാർബണേറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോഡിയം ബൈകാർബണേറ്റ് ആയ ബേക്കിംഗ് സോഡ ആണ്. ഇനി പരീക്ഷണം ചെയ്ത് നോക്കാം. ആസിഡ് എടുത്ത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മാഗ്നീഷ്യം മുഴുവൻ ചേർക്കാം. ഇനി അടുത്ത കുപ്പിയിലേക്ക് ആസിഡ് ഒഴിക്കാം. ബലൂണിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇവിടെ ഭാരം തമ്മിൽ താരതമ്യം ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡുമാണ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തന ഫലമായി ഹൈഡ്രജൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ ഹൈഡ്രജൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഹൈഡ്രജൻ ബലൂണാണിത്. അസറ്റിക് ആസിഡായ വിനാഗിരിയും മഗ്നീഷ്യം എന്ന ലോഹവും തമ്മിൽ ചേർത്തിട്ടാണ് ഞാൻ ഈ ഹൈഡ്രജൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അസറ്റിക് ആസിഡായ വിനാഗിരിയും കാർബണേറ്റ് ആയ സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേക്കിംഗ് സോഡയും ചേർത്തിട്ടാണ് ഞാൻ ഈ കാർബൺ ഡയോക്സൈഡ് നിർമ്മിച്ചിട്ടുള്ളത്. ആ കാർബൺ ഡയോക്സൈഡ് ശേഖരിച്ച ബലൂണാണിത്. ഹൈഡ്രജന് വായുവിനെ അപേക്ഷിച്ച് സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും മുകളിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. നോക്കൂ, ഈ ഹൈഡ്രജൻ ബലൂൺ ഞാൻ എത്ര താഴ്ത്തിയാലും വീണ്ടും മുകളിലേക്ക് തന്നെ വരുന്നു. എന്നാൽ കാർബൺ ഡയോക്സൈഡിന് വായുവിനെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും താഴത്തേക്ക് പോകുന്നു. ഈ ബലൂൺ താഴത്താണ് നിൽക്കുന്നത്. ഞാൻ ഇത് മുകളിലാക്കിയാൽ അത് വീണ്ടും താഴത്തേക്ക് തന്നെ പോകുന്നു. ഈ 2 ബലൂണും ഞാൻ ഒരേ ഉയരത്തിൽ നിന്നും താഴത്തേക്ക് ഇടുവാൻ പോവുകയാണ്. അപ്പോൾ ഭാരം കൂടുതലായ കാർബൺ ഡയോക്സൈഡ് ആണ് ആദ്യം താഴേക്ക് എത്തുന്നത്. ഹൈഡ്രജനെ അപേക്ഷിച്ച് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എനിക്ക് കിട്ടിയത് കുറവാണ്. എങ്കിലും എത്ര തവണ നിന്നും മുകളിൽ നിന്ന് താഴേക്കിട്ടാൽ ആദ്യം എത്തുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇതിന് കാരണം കാർബൺ ഡയോക്സൈഡിന്റെ ഭാരം ഹൈഡ്രജനെ അപേക്ഷിച്ച് കൂടുതലായതിനാലാണ്. ഈ പരീക്ഷണത്തിന്റെ തത്വം എന്ന് പറയുന്നത് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നു.
ഹൈഡ്രജന് വായുവിനെ അപേക്ഷിച്ച് സാന്ദ്രത കുറവാണ്. അതിനാൽ തന്നെ അത് എപ്പോഴും മുകളിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ആസിഡുകൾ കാർബണേറ്റുകളുമായി ചേരുമ്പോൾ അതിന്റെ പ്രവർത്തന ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡയോക്സൈഡിന് വായുവിനെ അപേക്ഷിച്ച് ഭാരം കൂടുതലായതിനാൽ അതെപ്പോഴും താഴത്തേക്ക് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാവർക്കും താങ്ക് യു.